ഉറക്കമില്ലായ്മ, വിശപ്പില്ലായ്മ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് പറ്റിയ ഒരു സാധനമാണിത്. ഇതിന്റെ പേരാണ് തിപ്പല്ലി. മറ്റു ചെടികളിൽ പടർന്നു കയറി വളരുന്ന ഇളം തണ്ടുള്ള സുഗന്ധമുള്ള ഒരു ചെടിയാണിത്. ആയുർവേദത്തിൽ ത്രികടു എന്ന ഔഷധക്കൂട്ടുകളിലെ ഒന്നാണ് നമ്മുടെ ഈ ഒരു തിപ്പല്ലി. ചുക്ക്, കുരുമുളക്, തിപ്പല്ലി എന്നിവയാണ് ഈ ഒരു ത്രികടു എന്ന സംഗതി. വെറ്റിലയോട് സാദൃശ്യമുള്ളതാണ് ഇതിന്റെ ഇലകൾ. ഇതിന്റെ തണ്ടും വേരും ഇലകളും പഴങ്ങളും എല്ലാം തന്നെ ഔഷധ ഗുണമുള്ളതാണ്. ഇതിന്റെ കായകൾ ആദ്യം പച്ച നിറത്തിലും പിന്നീട് ഇളം കാപ്പി നിറത്തിലും ശേഷം ചുവന്ന നിറത്തിലുമായി വരുന്നു. കായകൾക്ക് കുരുമുളകിന്റെ രുചിയോടാണ് സാദൃശ്യമുള്ളത്. ഉറക്കമില്ലായ്മ, വിശപ്പില്ലായ്മ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുറമെ തലവേദന, പല്ലുവേദന, മുഖക്കുരു, പ്രാണികൾ കടിച്ചാൽ പൊണ്ണത്തടി, ചുമ, കരളിന്റെ ആരോഗ്യത്തിന്, അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം, ദഹനമില്ലായ്മ, മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ തുടങ്ങിയ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ഒരു പ്രതിവിധിയാണ് ഈ ഒരു ആയുർവേദ സസ്യം എന്ന് പറയാം. ഇതിന്റെ ഗുണങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞാൽ ചില ആളുകൾക്ക് തോന്നും ഇതൊരു ഹോസ്പിറ്റലായി പ്രഖ്യാപിച്ചാൽ പോരെയെന്ന്. നിങ്ങളെ കയ്യിലുള്ള മൊബൈൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാര്യങ്ങൾ കൂടുതൽ അറിയാൻ പറ്റും. ഉഷ്ണപ്രധാനമായ ഒരു ഫലമാണിത്. എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചില പാർശ്വഫലങ്ങളുമുണ്ട് ഇതിന്. അതുകൊണ്ട് തന്നെ ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ഇത് ഉപയോഗിക്കാതിരിക്കലാണ് ഉത്തമം. ചില ആളുകളിൽ ഇത് ചർമ്മത്തിൽ തടിപ്പുകളോ അലർജിയോ ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ ഒരു വൈദ്യന്റെ നിർദ്ദേശപ്രകാരമായിരിക്കലായിരിക്കും ഏറ്റവും ഉചിതം. നമ്മുടെയൊക്കെ വീടുകളിൽ ഇത്തരം ആയുർവേദ ഔഷധ ചെടികളുണ്ടെങ്കിൽ അറിവില്ലായ്മ കാരണം ഇത്തരം ആയുർവേദ ചെടികൾ നശിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും ശ്വാസകോശ രോഗങ്ങൾക്കും ഏറെ ശ്രേഷ്ഠമായ ഒന്നാണ് തിപ്പല്ലി. തിപ്പല്ലി, വൻ തിപ്പല്ലി, ചെറുതിപ്പല്ലി, കാട്ടുതിപ്പല്ലി എന്നിങ്ങനെയൊക്കെയുള്ള ഇനങ്ങളുമുണ്ട്. പിപ്പല്ലി എന്നൊരു പേരിലാണ് സംസ്കൃതത്തിൽ ഇത് അറിയപ്പെടുന്നത്. ഇതിന്റെ കായകളാണ് സാധാരണ കൂടുതലായിട്ടും ഔഷധ ഉപയോഗത്തിന് എടുക്കാറുള്ളത്. കൂടുതലും എടുക്കാറുള്ളത് പച്ച നിറത്തിലുള്ള കായകളാണ്. കായകൾ വെയിലത്ത് വെച്ച് ഉണക്കിക്കഴിഞ്ഞാൽ നല്ല കറുപ്പ് നിറമുണ്ടാകും. കായകളിൽ പൈപ്പറിൻ എന്ന രാസപദാർത്ഥം ഉള്ളത് കൊണ്ട് തന്നെ കുരുമുളകിനെ പോലെ നല്ല എരിവാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലും ഇത് കാണപ്പെടുന്നത് വനങ്ങളിലാണ്. ചെടികൾ വിൽക്കുന്ന ഗാർഡനുകളിലും ഇത് ലഭ്യമാണ്. ഇതുകൊണ്ടുള്ള കൂടുതൽ ഉപയോഗങ്ങളും ഗുണങ്ങളും അല്പം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അർബുദങ്ങളിൽ കാണുന്ന എൻസൈമിന്റെ ഉൽപാദനത്തെ തടയാൻ തിപ്പല്ലിക്ക് കഴിയുമെന്നാണ് പഠനങ്ങളിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ അർബുദത്തെ ചെറുക്കാൻ ഇതിന് കഴിയുമെന്ന് സാരം. നേരത്തെ പറഞ്ഞ ത്രികടുവാക്കി ഇത് കഷായമോ പൊടിച്ചോ കഴിച്ചാൽ ന്യൂമോണിയ, പനി, ചുമ എന്നിവ മാറുന്നതാണ്. പഴയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് തിപ്പല്ലിയുടെ ഗുണങ്ങളും ഉപയോഗങ്ങളും എന്തൊക്കെയെന്ന് കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്നാൽ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലെങ്കിൽ സ്വയം ചികിത്സിക്കാതിരിക്കലാണ് ഏറ്റവും ഉത്തമം. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ മറ്റെന്തെങ്കിലും രോഗങ്ങളോ അതിന് മരുന്നോ കഴിക്കുന്നവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇത് ഉപയോഗിക്കണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ്. കാരണം ഒരേ രോഗത്തിന് ഓരോരുത്തരുടെയും ശാരീരിക അവസ്ഥക്കനുസരിച്ചായിരിക്കും ഡോക്ടർമാർ മരുന്ന് നൽകുക. മഞ്ഞപ്പിത്തം മാറാൻ ത്രികടു പൊടിച്ച് ചെറുനാരങ്ങ നീരിൽ ചാലിച്ച് ഓരോ സ്പൂൺ വീതം 3 നേരം കഴിക്കാൻ കൊടുക്കാറുണ്ട്. ഇതുവരെ വീഡിയോയിൽ ദൃശ്യമായിട്ടുള്ള തിപ്പല്ലിയല്ല ഈ ഒരു തിപ്പല്ലി. ഇത് മറ്റൊരു തരം തിപ്പല്ലിയാണ്. 2 ഗ്രാം തിപ്പല്ലി പൊടിച്ചത് ശർക്കരയും ചേർത്ത് ദിവസം 2 നേരം കഴിച്ചാൽ നല്ല ഉറക്കം കിട്ടുന്നതാണ്. 5-6 തിപ്പല്ലി ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ ഇത് അരച്ച് കഴിക്കുകയും ഒപ്പം തന്നെ ആ വെള്ളം കുടിക്കുകയും ചെയ്താൽ കൊളസ്ട്രോൾ കുറക്കാനുള്ള നല്ലൊരു മരുന്നാണ്. തിപ്പല്ലി പൊടിച്ചതും അതിലേക്ക് കൽക്കണ്ടവും കൂടി ചേർത്ത് കഴിച്ചാൽ ഒച്ചയടപ്പ് മാറുന്നതാണ്. അതുപോലെ തന്നെ തിപ്പല്ലി നെയ്യിൽ വറുത്ത് 2 ഗ്രാം വീതം രാവിലെയും വൈകിട്ടും കഴിച്ചാൽ എത്ര പഴകിയ ചുമയും ശമിക്കുന്നതാണ്. തിപ്പല്ലി കരിനച്ചി വേരും സമാസമം ചേർത്ത് അരച്ച് കരിക്കിൻ വെള്ളത്തിൽ ചേർത്ത് കഴിച്ചാൽ മൂത്രാശയത്തിലെ കല്ലുകൾ ദ്രവിച്ചു പോകുമെന്നാണ് പറയുന്നത്. 15 ഗ്രാം തിപ്പല്ലി, 25 ഗ്രാം ചുക്ക്, 20 ഗ്രാം കുരുമുളക്, 10 ഗ്രാം ഗ്രാമ്പു, 5 ഗ്രാം ഏലക്ക ഇവ വറുത്ത് പൊടിച്ച് 50 ഗ്രാം കൽക്കണ്ടം കൂടി പൊടിച്ച് ചേർത്ത് 3 നുള്ളു വീതം 7 ദിവസം കഴിച്ചാൽ ശ്വാസമുട്ട്, ചുമ, കഫക്കെട്ട് എന്നിവ മാറുന്നതാണ്. ചെറിയ മക്കൾക്ക് ഈ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉണ്ടാക്കി വെച്ച ഈ ഒരു റെസിപ്പിയിൽ നിന്നും അല്പം കൊടുത്താൽ മതിയാകും. 5 ഗ്രാം തിപ്പല്ലി പൊടിച്ച് പാലിൽ ചേർത്ത് കുറച്ചുനാൾ പതിവായി കഴിച്ചാൽ സന്ധിവാദം, ആമവാദം എന്നിവ മാറുന്നതാണ്. തിപ്പല്ലി പൊടിച്ചതും മഞ്ഞൾപ്പൊടിയും ഇന്ദുപ്പും ചേർത്ത് മോണയിൽ പുരട്ടുന്നത് പല്ലുവേദന മാറാൻ സഹായിക്കുന്നതാണ്. തിപ്പല്ലിയുടെ ഉണങ്ങിയ കായ പൊടിച്ചത് 1 ഗ്രാം വീതം 1 ഗ്ലാസ് പാലിൽ ചേർത്ത് ദിവസവും 2 നേരം ഒരാഴ്ച കഴിച്ചാൽ ചുമ, അർശസ്, വിളർച്ച എന്നിവ മാറുമെന്നും പറയുന്നു. അതുപോലെ തന്നെ തിപ്പല്ലിയും ഇന്ദുപ്പും സമാസമം എടുത്ത് ആട്ടിൻ പാലിൽ ചാലിച്ച് പുരട്ടിക്കഴിഞ്ഞാൽ മൂലക്കുരു അഥവാ പൈൽസ് മാറാൻ നല്ലതാണെന്നും പറയുന്നുണ്ട്. തിപ്പല്ലി അളവിൽ കൂടുതൽ കഴിക്കുന്നതും അധിക നാൾ തുടർച്ചയായി ഉപയോഗിക്കുന്നതും നല്ലതല്ല. പല അസുഖങ്ങൾക്കും വ്യത്യസ്തമായ രീതിയിലും തിപ്പല്ലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. 1 മുതൽ 3 ഗ്രാം വരെ തിപ്പല്ലി വേര് ശർക്കര ചേർത്ത് പൊടിക്കുക.
ഇത് ദിവസം 2 നേരം കഴിക്കാം. സുഖമായ ഉറക്കം ലഭിക്കും. പ്രായമായവരിലെ ഉറക്ക പ്രശ്നങ്ങൾക്കും ഇതൊരു പരിഹാരമാണ്. തിപ്പല്ലി, കുരുമുളക്, ഉണക്കമുന്തിരി, ചുക്ക് ഇവ തുല്യ അളവിലെടുത്ത് പൊടിക്കുക. ഈ പൊടി വെണ്ണ ചേർത്ത് സേവിക്കുക. ഇത് അരിച്ച് ഈ മിശ്രിതം കഴിച്ചാൽ തലവേദന ശമിക്കും. അതുപോലെ തന്നെ തലവേദനയ്ക്ക് തിപ്പല്ലി വെള്ളം ചേർത്തരച്ച് നെറ്റിയിലും പുരട്ടാവുന്നതാണ്. ഇനി പല്ലുവേദനയ്ക്ക് തിപ്പല്ലിപ്പൊടി 1-2 ഗ്രാം എടുത്ത് ഇന്ദുപ്പും മഞ്ഞൾപ്പൊടിയും കടുകെണ്ണയും ചേർത്തിളക്കുക. ഇത് വേദനയുള്ള ഭാഗത്ത് പുരട്ടുക. ഹൃദയ പ്രശ്നങ്ങൾക്ക് തിപ്പല്ലിയും ഏലക്കയും തുല്യ അളവിൽ പൊടിക്കുക. നെയ്യ് കൂട്ടി ദിവസം 2 നേരം 3 ഗ്രാം വീതം പൊടി കഴിക്കുക. മലബന്ധവും ഹൃദയ പ്രശ്നങ്ങളും ഇത് തടയുകയും ചെയ്യും. പൈൽസ് മാറാൻ 1/2 ടീസ്പൂൺ തിപ്പല്ലിപ്പൊടി വറുത്ത ജീരകവും കുറച്ച് ഇന്ദുപ്പും മാത്രം ചേർത്ത് വെറും വയറ്റിൽ 2 നേരം കഴിക്കുക. അതുപോലെ തന്നെ തിപ്പല്ലി, ഇന്ദുപ്പ് ഇവ തുല്യ അളവിലെടുത്ത് ആട്ടിൻപാൽ ചേർത്ത് പൈൽസുള്ള ഭാഗത്ത് പുരട്ടി കൊടുക്കുക. പ്രാണികളോ മറ്റോ കടിച്ചാൽ തിപ്പല്ലി വേര് പൊടിച്ച് പ്രാണി കടിച്ച ഭാഗത്ത് പുരട്ടി കൊടുക്കുക. വിഷജന്തുക്കൾ കടിച്ചതിനും ഇത് ഫലപ്രദമാണ്. പൊണ്ണത്തടി മാറാൻ 2 ഗ്രാം തിപ്പല്ലി വേര് പൊടിച്ചത് തേൻ ചേർത്ത് ദിവസം 3 നേരം കഴിക്കുക. കുറച്ച് ആഴ്ച തുടർച്ചയായി കഴിച്ചാൽ പൊണ്ണത്തടി മാറിക്കിട്ടുന്നതാണ്. ഇത് കഴിഞ്ഞ് 1 മണിക്കൂർ നേരത്തേക്ക് ഖരരൂപത്തിലുള്ള ഒരു ആഹാരവും കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. ഇരട്ടി മധുരവും തിപ്പല്ലിപ്പൊടിയും തുല്യ അളവിലെടുക്കുക. അതിലേക്ക് അതേ അളവിൽ തേനും ചേർക്കുക. ഇതു കഴിച്ചാൽ ചുമയും ഛർദിയും സുഖമാകുന്നതാണ്. 2 മുതൽ 4 ഗ്രാം തിപ്പല്ലിപ്പൊടി 1 ടീസ്പൂൺ തേൻ ചേർത്ത് ദിവസം 2 നേരം കഴിക്കുന്നത് കരളിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. തിപ്പല്ലി വേര് കഷായം വെച്ച് കഴിച്ചാലും മതിയാകും. തിപ്പല്ലി, കുരുമുളക്, ചുക്ക് ഇവ പൊടിച്ച് ചെറുനാരങ്ങ നീരിൽ ചേർത്ത് ഓരോ ടീസ്പൂൺ വീതം 3 നേരം കഴിച്ചാൽ മഞ്ഞപ്പിത്തത്തിന് ശമനമുണ്ടാകും. ഓർക്കുക, എല്ലാ മഞ്ഞപ്പിത്തവും ഒരുപോലെയല്ല. തിപ്പല്ലി, ചുക്ക്, കുരുമുളക്, ഇന്ദുപ്പ്, പെരുംജീരകം ഇവ സമം പൊടിച്ച് 5 ഗ്രാം വീതം ദിവസം 2 നേരം ചൂടുവെള്ളത്തിൽ ചേർത്ത് ഭക്ഷണത്തിന് മുമ്പ് കഴിക്കുന്നത് ദഹനത്തിന് വളരെ നല്ലതാണ്. തിപ്പല്ലി, ചുക്ക്, കുരുമുളക്, അയമോദകം, ജീരകം, കരിംജീരകം, കായം ഇവ സമമെടുത്ത് പൊടിക്കുക. ചോറിന്റെ കൂടെ നെയ്യ് ചേർത്ത് ഈ പൊടിയിൽ അല്പം ആദ്യം കഴിക്കുക. എന്നാൽ നല്ല വിശപ്പുണ്ടാകും. ഇതിലെ ആൺ പെൺ പുഷ്പങ്ങൾ വെവ്വേറെയായിട്ടാണ് കാണപ്പെടുന്നത്. അഥർവേദത്തിലും പുരാണങ്ങളിലും ഇതിനെക്കുറിച്ച് പരാമർശമുണ്ട് എന്നാണ് പറയുന്നത്. പാലാഴി മദന സമയത്ത് അമൃതിനൊപ്പം പൊങ്ങി വന്നവയിൽ ഈ തിപ്പല്ലിയുമുണ്ട് എന്നാണ് ഹൈന്ദവ വിശ്വാസം. വിശ്വമിത്ര മഹർഷി ആരോഗ്യവും സമ്പത്തും തിപ്പല്ലി തിന്നാണത്രേ നിലനിർത്തി പോകുന്നത്. ഇംഗ്ലീഷിൽ ലോങ് പെപ്പർ എന്നാണ് ഇതിന്റെ പേര്. ഇതിലെ കായകളിലെ എരിവ് കാരണം ഇതിൽ നിന്നുമാണ് കുരുമുളക് ഉണ്ടാക്കുന്നത് എന്ന് ഒരു കാലത്ത് വിദേശികൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. 2000-ലധികം വർഷങ്ങൾക്ക് മുമ്പേ ഇന്ത്യക്കാർക്ക് ഈ ചെടിയെക്കുറിച്ച് അറിവുണ്ടായിരുന്നു. രോഗങ്ങൾ ഉന്മൂലനം ചെയ്ത് ശരീരശക്തി വീണ്ടെടുക്കാൻ കഴിവുള്ള ഒരു ഔഷധമായിട്ടാണ് ആയുർവേദത്തിൽ തിപ്പല്ലിയെ കാണുന്നത്. അലങ്കാര ചെടികളോ പഴച്ചെടികളോ വിൽക്കുന്ന ഗാർഡനുകളിൽ നിന്നോ അല്ലെങ്കിൽ നഴ്സറികളിൽ നിന്നോ നമുക്കിത് മേടിക്കാൻ കിട്ടുന്നതാണ്. തിപ്പല്ലിയെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ തൽക്കാലം ഇവിടം വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്.